ഇപ്രാവശ്യം റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ റെക്കോർഡ് ബട്ടണൊക്കെ ഞെക്കി എൻ്റെ ഒരു ഇയർഫോണിൻ്റെ മൈക്കിൽ ഞാനത് സെറ്റിങ്സൊക്കെ ചെയ്ത് എല്ലാം സെറ്റായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഓഡിയോ കേട്ട് നോക്കിയപ്പോഴാണ് മൈക്കൊട്ടും കൊള്ളത്തില്ല ഒന്നും കേട്ടുകൂടിയിരുന്നു. അതിനേക്കാളും റെക്കോർഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതിലും വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിലവർ ഫസ്റ്റ് ആ സിസിലിയനാണ് കളിച്ചത്. ഞാനാണെങ്കിൽ C3. സിസിലിയൻ ഭയങ്കര ടാക്റ്റിക്കലൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ C3 ആണ് എപ്പോഴും കളിക്കുന്നത്. ഈ C3 വന്നിട്ട് സിസിലിയൻ്റെ അവരുടെ പ്ലാനൊക്കെ കുറേ പാളിപ്പോവും. കാരണം C3 ഭയങ്കര അധികം ഫയർ വർക്കൊന്നും ഇല്ലാത്തൊരു പൊസിഷനായിരിക്കും. ഞാൻ എൻ്റെ മാക്ബുക്ക് എയർ വാങ്ങിച്ചായിരുന്നു ഒരു 2-3 മാസം മുന്നേ. അതിൽ ആകെ 256 GB സ്റ്റോറേജ് മാത്രമാണുള്ളത്. ശരിക്കും ഞാനൊരു ഡെവലപ്പറാണ്. ഈ ഡെവലപ്പറായിരിക്കുമ്പോൾ 256 GB ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ശരിക്കും ഞാൻ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്താലും ഞാൻ വെബ് ഡെവലപ്മെൻറ്റാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ AIML പരിപാടി ചെയ്യുന്നവർക്കാണ് ഒരുപാട് സ്റ്റോറേജൊക്കെ ആവശ്യമുള്ളത്. വെബിനാണെങ്കിൽ തീരെ കുറച്ച് മതി. 256 ഉണ്ടെങ്കിൽ ഉള്ളത് എനിക്കത് വലിയൊരു കടൽ പോലെയാണ് തോന്നിയത്. കാരണം ഞാൻ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്താലും ഇപ്പം ഒത്തിരി പ്രോജക്റ്റ് ഉണ്ടെങ്കിലും എല്ലാം കൂടി ഗിറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും സ്പേസ് ഒന്നും കുറഞ്ഞു പോകാറില്ല. ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതേ പിന്നെ സ്പേസിന് ഭയങ്കര പ്രശ്നം തോന്നാറുണ്ട്. ഒരു 2 മാസം മുന്നേ എൻ്റെ ഫ്രണ്ട് ഒരു SSD എടുത്തോ, ഭയങ്കര വിലക്കുറവാണ്, സ്റ്റീൽ ഡീലാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് നിരസിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു SSD വേണമെന്ന്. ഇത് എന്തോ ചിപ്പ് ഷോർട്ടേജ് എന്തോ വന്നിട്ട് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വിലയാണ്. എന്തായാലും ഞാനൊരു 8,000 രൂപ കൊടുത്ത് ഒരു SSD എന്ന് വാങ്ങിച്ചു. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ SSDയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യും. സംസാരിച്ച് കളി നോക്കുന്നതാണ് തോന്നുന്നത്. പക്ഷെ നേരത്തെ പോലെ തന്നെ ഇതും ഓഡിയോ പിന്നീട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഞാൻ തന്നെയാണ് ഈ കളി ജയിക്കുന്നതിന്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം തന്നെ ഒരു 50 GB 60 GB ഒക്കെ അങ്ങ് സ്പേസ് എടുക്കാറുണ്ട്. പിന്നെ അതിനെ ഒരു 2 കോപ്പി ആയിട്ടെങ്കിലും സൂക്ഷിക്കണം. എല്ലാം കൂടെ കഴിയുമ്പോൾ ഒട്ടും സ്പേസ് ഉണ്ടാകത്തില്ല. ഇവിടെ ഞാനൊരു അടിപൊളി മൂവ് കളിക്കും. പക്ഷെ ഞാൻ ഇവിടെ ശരിക്കും ആ ബിഷപ്പ് ശരിക്കും പോയി. പക്ഷെ ആ ബിഷപ്പ് പോണ കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ച ആ ബിഷപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും വെക്കുക, പോണിനെ കിട്ടും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഉദ്ദേശിച്ചതിലും അടിപൊളി മൂവാണെന്ന്. ആ വരയ്ക്കുന്ന സെറ്റിങ്സ് പോയി chess.com ഓൺ ആക്കണം. അതാകുമ്പോൾ ഇങ്ങനെ വരച്ച് മൂവ് കാണിക്കാൻ പറ്റും. ഇപ്രാവശ്യം ഞാൻ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് ഇച്ചിരി ടയേർഡുമായിരുന്നു. നമുക്ക് എക്സ്ട്രാ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ള പീസിനെ മൊത്തം എക്സ്ചേഞ്ച് ചെയ്ത് കളയണം. അതാകുമ്പോൾ അവർക്കിങ്ങനെ ടാക്റ്റിക്കൽ ട്രിക്സൊക്കെ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. ശരിക്കും ഇതിൽ ഇനി ജയിക്കാൻ എനിക്ക് വലിയ
വലുതായിട്ട് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് ആ പോണിനെ പുഷ് ചെയ്തുകൊണ്ട് വേണം ജയിക്കണം. പിന്നെ ആരും ഇതൊന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, മിക്കവരും റിസൈൻ ചെയ്തു പോകും. ഇയാൾക്ക് ശരിക്കും ഇപ്പം റിസൈൻ ചെയ്യായിരുന്നു. എനിക്കൊന്ന് വെറുതെ, ഞാനാണെങ്കിലും ലാസ്റ്റ് വരെ വെറുതെ പോയത്. ജയിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല, എന്നാലും ബെസ്റ്റ് മൂവ് കളിച്ച് നോക്കാം. എനിക്ക് എൻഡ് ഗെയിം ആകുമ്പം കിങ്ങിനെയൊക്കെ കൊണ്ടിറങ്ങണം. എൻഡ് ഗെയിമിലാകുമ്പം ചെക്ക്മേറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. ആ വരയ്ക്കുന്ന സെറ്റിങ്സ് ഞാൻ ഓഡിയോ റെക്കോർഡ് പോലും നടന്നില്ല, പിന്നീടാണ് വരയ്ക്കുന്ന സെറ്റിങ്സ്. എനിക്കൊന്ന് മാക്ബുക്കിൽ ഓഡിയോ റെക്കോർഡിങ് ബാക്കിലെ ബൈക്കിൽ കൊടുക്കണം എന്ന് തോന്നുന്നു. ഇയാൾ എപ്പോഴും റിസൈൻ ചെയ്യും. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും വരയ്ക്കുന്ന സെറ്റിങ്സും കൂടെ ഓണാക്കാം.